ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നല്ല കിടിലം വെറൈറ്റി റോസുകളും അതേപോലെ തന്നെ കുറച്ച് നഴ്സറി വിശേഷങ്ങളും അതേപോലെ പഴയ കുറേ ചെടികളൊക്കെ നമുക്കൊന്ന് കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇത് നമ്മളെ വള്ളി റോസിൻ്റെ വെള്ള വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞൊരു കോംബോ ഒക്കെ നമ്മൾ കൊടുത്തിരുന്നു. അന്നേരം ഇന്ന് നമ്മൾ ഇത് പൂത്തു നിൽക്കുന്ന പ്ലാനാണ്. കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്ന് നേരിട്ട് കണ്ടായിരുന്നു. അതാണ്ട് ലൈറ്റ് ഒരു റോസ് നിറം ആർന്ന ഒരു വെള്ളയാണ്. നല്ല ബുഷായിട്ട് നന്നായിട്ട് പടർന്നതിന് ശേഷം തന്നെ ആ പൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഗ്രില്ലിനകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത്. നാട്ടെ മൂന്ന് കാലിൻ്റെ താഴെ സപ്പോർട്ടൊന്നും കൊടുക്കരുത്. അതാകുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ചട്ടിയിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിർത്താൻ പറ്റും. മേളിലൊരു റിങ്ങും കൂടെ സെറ്റ് ചെയ്ത് അതിനകത്ത് കെട്ടി എടുത്തേക്കുന്നതാണ്. പ്ലാന്റ് കെട്ടി വിടണം. അതേപോലെ തന്നെ നിറച്ച് ഇറിഞ്ഞിൽ പോലെ പൂക്കുന്ന നാടൻ വള്ളി റോസിൻ്റെ വെറൈറ്റിയാണ്. പണ്ടത്തെ വെറൈറ്റിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത് കാണുന്നത് വളരെ ചുരുക്കമാണ്. ഒരുപാട് പഴയ ആളുകളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പലരും വന്ന് കണ്ടിട്ട് ഇത് പറയാറുണ്ട്, പണ്ടുണ്ടായിരുന്നു, പക്ഷേ 10-25 കൊല്ലം മുമ്പ് അവരുടെ തറവാട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. അന്നേരം ഇതാണ് വള്ളി റോസ്. നല്ല വീണ്ടും ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ കഴിയുമ്പോഴത്തേക്കും നമ്മൾ 2-3 എന്ന് വെച്ചാൽ 2-3 ഇഞ്ച് താത്ത് വെച്ച് ടോപ്പ് കട്ട് ചെയ്ത് കളയും. എന്നാലും നിറച്ച് ബ്രാഞ്ചസ് വിട്ടാൻ വേണ്ടിയാണ്. ആ ബ്രാഞ്ചുകളിലെല്ലാം ഫ്ലവർ വരും. നല്ല വെയിൽ കൊടുക്കുക. അതേപോലെ തന്നെ വലിയ കെയറൊന്നും ഇല്ലാതെ തന്നെ നിറച്ച് നല്ലപോലെ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്. പണ്ടത്തെ നാടൻ വള്ളി റോസിൻ്റെ വെറൈറ്റിയാണ് ഈ കാണുന്നത്. റോസിൻ്റെ ഒരുപാട് റോസുകളുടെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ഇന്ന് വന്ന ലോഡാണ്. അതിനകത്ത് നല്ല അടിപൊളി വെറൈറ്റി കുറച്ച് റംബുട്ടാൻ, അതേപോലെ പുലോസാൻ്റെ വലിയ പ്ലാന്റ്, വലിയ പുലോസാൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8 അടി 10 അടിയൊക്കെ പൊക്കത്തിന് മുകളിലുള്ള പ്ലാന്റുകൾ, ചെറിയ ബഡൊക്കെ ആയി തുടങ്ങി, അതായത് കായൊക്കെ ആയി തുടങ്ങിയ കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല, ഒരു 10-15 ചെടി വലുത് കിട്ടിയതാണ്. അതിനെ പോയി എടുത്ത് നമ്മളെ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മളെ നഴ്സറിയിൽ 2-ാം കുറ്റിയിലും അതേപോലെ തന്നെ കൊല്ലം മേടേമുക്കിലും കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, ഏകദേശം സൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളെ കുറച്ച് ഇത് നമ്മളെ നഴ്സറിയാണ്. നഴ്സറിയുടെ ഫ്രണ്ടേജ് ഏരിയയാണ്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ വെർട്ടിക്കൽ ഗാർഡനൊക്കെ വെച്ചതിൻ്റെ സൈഡിൽ പ്ലാന്റ് കണ്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ, അതായത് ഫ്രൂട്ട് പ്ലാന്റ്സിന് നല്ല വളം കൊടുക്കണം. എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് അത് ഏകദേശം ഒരു 1-1.25 കിലോ വലിയ കവറിനകത്താക്കി വെച്ച് കൊടുക്കും. ഇത് റംബുട്ടാൻ്റെ ബഡ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. N8 പ്രറ്റി ക്വീൻ എന്ന് പറയുന്ന വെറൈറ്റിയും ഇതിനകത്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സീസർ, ഒരുപാട് സീസറില്ല, കുറച്ച് സീസർ. ഓക്കെ, അതിന് നമുക്ക് റോസിനകത്തോട്ട് വരാം. റോസിൻ്റെ കെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ട്രിപ്പ് കൂടി നമ്മൾ പറയുകയാണ്. ഈ മാസം നമ്മൾ കൊടുക്കുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഒരു 15 തരി, കൂടുതൽ വേണ്ട ഒരു 15 തരി 20 തരി വലിയ ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചായ കുടിക്കുന്ന ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ വീതം മൂട്ടിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വെള്ളം കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ തന്നെ കുറച്ച് പ്ലാന്റുകൾ സെയിലിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. 30 രൂപ മുതൽ ഉള്ള ചെടികളൊക്കെ ഉണ്ട്. ഇത് കൊല്ലം നഴ്സറിയാണ്. നേരത്തെ കണ്ടത് 2-ാം കുറ്റി നഴ്സറിയാണ്. 2-ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറി. ഇത് കൊല്ലം മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്തുള്ള നഴ്സറിയാണ്. തൊട്ടടുത്ത് മാതൃഭൂമി ഓഫീസിൻ്റെ തൊട്ട് സൈഡിലുള്ള നമ്മളെ പുതിയ ഔട്ട്ലെറ്റാണ്. ഇത് ഏകദേശം ഇത്രത്തോളം ഒക്കെ നിറഞ്ഞ് കിട്ടി. കണ്ടില്ലേ, അതിനകത്ത് വലിയ എലിഫൻ്റ് ഇയറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാഴ്ചയ്ക്കായിട്ട്. അതേപോലെ തന്നെ അതാണ്ട് റോസ് വെറൈറ്റീസ്, അതേപോലെ തന്നെ മുല്ല, പിച്ചി, ചെമ്പകം, അതേപോലെ ഇൻഡോർ ഏരിയ, അതാണ്ട് സ്റ്റാഗോൺ ഫേൺ കുറച്ച് നമ്മൾ ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്നത് പല വെറൈറ്റികൾ കൊണ്ടുവന്ന് ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഡോർ സെക്ഷനാണ് ഈ കാണുന്നത്. അതിനകത്ത് അഗ്ലോണിമാസ്, അതാണ്ട് ബിർക്കിൻ, അതേപോലെ തന്നെ അതാണ്ട് ബിഗോണിയ, നല്ല അടിപൊളിയായിട്ട് ഒരു 10-250 ബിഗോണിയ ഇപ്പം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുറച്ചൊക്കെ പ്ലാന്റുകൾ ആളുകൾ വന്ന് മേടിക്കാറുണ്ട്, കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ലിപ്സ്റ്റിക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്, അഗ്ലോണിമ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇവിടുത്തെ ലോഡ് കയറിപ്പെടുന്നതാണ്. ഇതെല്ലാം നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അതേപോലെ തന്നെ നമ്മളെ കുടംപുളിയുടെ ഈ പ്ലാന്റ് ഇത്രയും സെയിലായിരിക്കുന്നതാണ്. കുടംപുളി, ഡബിൾ സീസൺ കുടംപുളി ഈ സീസണിൽ ഒട്ടിച്ച പ്ലാന്റാണ്. ഏകദേശം ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല വേനൽ, നല്ല ചൂടായതിനാൽ ഏകദേശം ഒരു 500ഓളം തൈയാണ് ഇപ്പം കിട്ടിയത്. അതേപോലെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നത് നമ്മുടെ റൂട്ട് സ്റ്റോക്ക് മാവ്. ഇത് ഗ്രാഫ്റ്റിംഗ് ഏരിയ അതാണ്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് സെറ്റായി വരുന്നു. അതേപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ സെയിലിന് കൊണ്ടുവന്ന പ്ലാന്റ് പൂ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വയ്ക്കുന്നതാണ്. ഇത് റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ല. ഓക്കെ,
ഇത് ഒന്നും റെക്കോർഡ് ചെയ്ത് പറയുന്നതല്ല, അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ചെമ്പരത്തി വെറൈറ്റികളൊക്കെ ചിലതൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10,500ഓളം ചെമ്പരത്തികൾ ഇവിടെയും അവിടെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏകദേശം കണ്ടില്ലേ, ഏകദേശം ഒരു 1000, 1200 പ്ലാന്റ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇതുകൊണ്ട് ക്രോട്ടൺ പ്ലാന്റ്, അതേപോലെ തന്നെ സ്റ്റാർലൈറ്റ് ഫൈക്കസ്, 2 ബൊഗെയിൻവില്ല ഹാങ്, അത് 2 സെയിലായിരിക്കുകയാണ്, ചേച്ചി തന്നെ മേടിച്ചത്. ഓക്കെ. അതേപോലെ തന്നെ വള്ളി റോസിൻ്റെ ചെറിയ തൈ, നല്ല ഹെൽത്തി പ്ലാന്റ്. വള്ളി റോസിൻ്റെ ചോമ്പ് കണ്ടില്ലേ, മദർ പ്ലാന്റ് ഇതാണ് വീണ്ടും പ്രൂൺ ചെയ്ത് ഗ്രില്ലിനകത്ത് ആക്കി നിർത്തിയേക്കുന്ന കാഴ്ചയാണ് ആ കണ്ടത്. ചെറിയതാണ്, ചെറിയ കവറിലെല്ലാം ചെറുതൊക്കെ ബഡ് വീണ് തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിൽ വേണം. ബഡ് റോസ്, അതായത് ബട്ടൺ റോസിൽ തന്നെയുള്ള വള്ളി റോസ് നാടൻ വെറൈറ്റി വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല വളം കൊടുക്കുക, അതേപോലെ തന്നെ നല്ല വെയിൽ കൊടുക്കുക, വെള്ളം കുറച്ച് കൊടുക്കുക. വെള്ളം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇത് നമ്മളെ മുസാന്ത, പഴയ വെറൈറ്റി നാടൻ മുസാന്ത, റെഡ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതൊന്നും ഒരുപാട് കാണത്തില്ല, കുറച്ച് കാണത്തുള്ളൂ. അതേപോലെ തന്നെ പിങ്ക് ക്ലൗഡ് ലോട്ടസ്, അത് ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് കണ്ട ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്ലാന്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും പൂ പിടിക്കുന്നൊരു പ്ലാന്റ് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അന്നേരം പറ്റുമെന്നുണ്ടെങ്കിൽ വീട്ടിലൊരെണ്ണം മേടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത് അറബിക്കം അഡീനിയംസിൻ്റെ ഒരു കളക്ഷൻ കൊണ്ടുവന്നൊരു സ്റ്റാൻഡിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. അതേപോലെ തന്നെ ബിഗോണിയ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസ്. അതേപോലെ തന്നെ ബിഗോണിയൊക്കെ അറിയാമല്ലോ, വെള്ളം ഓവറായിട്ട് കൊടുക്കരുത്. അതേപോലെ ചാണകപ്പൊടി, എല്ലുപൊടി ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇച്ചിരി ചാണക വെള്ളം കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഡാർക്ക് കളറുള്ളതിനൊക്കെ ചാണകവെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം പച്ച ഇതേപോലെ കൂടുതൽ കാണിക്കും. അതും കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. നൈട്രജൻ കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് കാണുന്നത്. മാമ്പയൊക്കെ ഉണ്ട്. അതേപോലെ കണ്ടില്ലേ ബിഗോണിയാസിൻ്റെ ഇത് മദർ പ്ലാന്റുകൾ, 2-3 മദർ പ്ലാന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ തൈകളാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒന്നാമത്തെ കാര്യം തൈകളാവുന്നത് കുറവാണ്. ഇപ്പോൾ എല്ലാവരും ബിഗോണിയുടെ പുറകെ ഓടുന്ന സമയമായതുകൊണ്ട് നമുക്ക് തൈകൾ മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടി മാക്സിമം മദർ പ്ലാന്റുകൾ ഇതേപോലെ വലിയ ചട്ടിയിലൊക്കെ ആക്കി മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാര്യം അറിയാമല്ലോ, ബിഗോണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കര ലൈഫുള്ള ആണെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലം നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബിഗോണിയ. പിങ്ക് പ്രിൻസസ്, അതേപോലെ തന്നെ വൈറ്റ് നൈറ്റ്, അതേപോലെ തന്നെ അഗ്ലോണിമ. ഇത് കുറച്ച് അഗ്ലോണിമ കളക്ഷൻ ഇച്ചിരി തുടങ്ങണമെന്നൊരാഗ്രഹമുണ്ട് ഇനിയും. അതായത് കുറച്ച് അഗ്ലോണിമ കളക്ഷൻ ഉണ്ട്, നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സെയിലിന് വേണ്ടിയിട്ട് അത് അത്രത്തോളം തൈ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ തന്നെ എപ്പീസിയ വെറൈറ്റീസ് അഗ്ലോണിമ കളക്ട് ചെയ്യുന്ന ഇപ്പം അഗ്ലോണിമ ട്രെൻഡാണ്. അന്നേരം അതിൻ്റെ കൊണ്ട് പറഞ്ഞതാണ് മാക്സിമം തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത്രത്തോളം മദർ പ്ലാന്റുകളാവുന്നില്ല. മാത്രമല്ല ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുള പൊങ്ങി വന്ന് കുറച്ച് നാൾ കഴിയും അടുത്തൊരു കട്ടിങ് എടുക്കാനായിട്ട്. അന്നേരം അത്രത്തോളം മാസീവ് പ്രൊഡക്ഷൻ നടക്കത്തില്ല. കണ്ടില്ലേ, ഇത് നമ്മളെ ഇങ്ങനെ വെറും കാട് പിടിച്ച് കിടന്ന ഈ ഒരു പുരയിടത്തെ നമ്മളിങ്ങനെ വളരെ മനോഹരമാക്കി എടുത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിട്ട് സെറ്റാക്കി വളർത്തി നല്ല ഓരോ ബെഡാക്കി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, ഡ്രസീനിയ ചോക്ലേറ്റ്, അതേപോലെ തന്നെ കോളിയസിൻ്റെ പല വെറൈറ്റീസ്, അതേപോലെ ബാംബു, യെല്ലോ ബാംബു ഇപ്പോൾ നല്ല ട്രെൻഡാട്ടോ. അതുപോലെ തന്നെ റെഡ് പാം, അതേപോലെ ഗോൾഡൻ സൈപ്രസ്. ഇത് അറിയാമല്ലോ, ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അടിഭാഗം ഇങ്ങനെ കരിഞ്ഞ് വരും. അതിന് ഫംഗിസൈഡ് കൊടുക്കുക, വെള്ളം നന്നായിട്ട് കൊടുക്കുക. ഈ പ്ലാന്റുകൾ അഥവാ ഏതെങ്കിലും ഒരു പ്ലാന്റിനൊരു അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്തുള്ള പ്ലാന്റ് സ്വല്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതേപോലെ തന്നെ കുറ്റിക്കുരുമുളക് ഒരുപാട് ഹൈറ്റ് പോകാതെ നമുക്ക് ക്രോപ്പ് ചെയ്ത് ബുഷാക്കി നിർത്തി കായ്പ്പിക്കാൻ കഴിയുന്ന കുറ്റിക്കുരുമുളകാണ് ഈ കാണുന്നത്. നമുക്ക് ഇപ്പോൾ ഈ നമ്മളെ നേഴ്സറിയിൽ ഒരു മദർ പ്ലാന്റ് ഇരിക്കുന്നതാണ്. അതേപോലെ തന്നെ വലിയ ചട്ടിക്കകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണ്, അതേപോലെ തന്നെ ഇത് ഇട്ടതിന് ശേഷം നല്ല വൃത്തിയാവണ്ണം ഇടയ്ക്ക് മേൽമണ്ണ് നിളകി കൊടുക്കുക. അത് ടർക്കിഷ് ശക്തിയാണ്. ടർക്കിഷ് ശക്തി, ഇസ്രയേലിനത്തി, 2 വെറൈറ്റികളാണ് സാധാരണഗതിയിൽ വരുന്നത്. അതേപോലെ ക്രോട്ടൺ വെറൈറ്റീസ്, പഴമ ആഗ്രഹിക്കുന്ന എല്ലാവരും പണ്ടുള്ള വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് പണ്ടത്തെ പെട്ര വെറൈറ്റീസ്. അത് നല്ല കളർഫുള്ളായിട്ടുള്ള പെട്ര. അതേപോലെ തന്നെ സ്റ്റാർലൈറ്റ് ഫൈക്കസ് ആണ് ഈ കാണുന്നത്. സ്റ്റാർലൈറ്റ് ഫൈക്കസിൻ്റെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയ സുഖം തോന്നത്തില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കിടുങ്ങും. കണ്ടില്ലേ, സ്റ്റാർലൈറ്റിൻ്റെ മനോഹരമായിട്ട് നിൽക്കുന്ന 2 പ്ലാന്റാണ് സ്റ്റാർലൈറ്റ് ഫൈക്കസിൻ്റെ. നല്ല ബൾക്കി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ഇത്. നമ്മൾ റോഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഗേറ്റിനടുത്ത് തന്നെ വെച്ചേക്കുന്ന പ്ലാന്റുകളാണ്. 2 എണ്ണം നല്ല കലക്കാനായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ബൊഗെയിൻ വില്ലാസ്, അതേപോലെ തന്നെ തെങ്ങിൻ തൈ, 2-3 താമരയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പം കുറച്ച് അടുത്ത സീസണിൽ അടുത്ത വീഡിയോയിൽ തന്നെ നമുക്ക് ഈ താമരയുടെ വെറൈറ്റികളൊക്കെ അവിടെ പൂത്ത് കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാൻ സാധിക്കും. അന്നേരം ഇത് നമ്മളെ റോഡ് ഫ്രണ്ടേജിൽ നിന്നുള്ള വ്യൂ ആണ്. കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതാണ് ലീഫ് ആന്തോറിയംസ്. വിളിച്ചാൽ കിട്ടത്തില്ല എന്നൊരു പരാതി പലരും പറയുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കയ്യിൽ ഫോൺ കാണില്ല. എപ്പോഴും ഇതുപോലെ ഫോൺ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ചിലപ്പം പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും വാട്ടർ സോഴ്സൊക്കെ ഉണ്ട്, അന്നേരം അവിടേക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ നഴ്സറി വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അവിടെ അണ്ണന്മാരെ കാണും. രാവിലെ ഒരു 8:45 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5:30 6 മണി വരെ ഇവിടെ അണ്ണന്മാരുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ നഴ്സറിയൊക്കെ കാണുകയും ചെയ്യാം. അതേപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ എങ്ങനെയാണ് നമ്മളെ നഴ്സറി എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. അത് ഉപകാരപ്പെടും. പിന്നെ എന്തെങ്കിലുമൊക്കെ കൊല്ലത്തോട്ടൊക്കെ വരുന്ന സമയത്ത് കൊല്ലം കൊട്ടാരക്കര റോഡിൽ 2-ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് കുമാർ നഴ്സറി. അന്നേരം നമ്മൾ ഏകദേശം ഒരു 10-44,000 സബ്സ്ക്രൈബേഴ്സ് ആയ വിവരം സന്തോഷം അറിയിക്കുന്നു. അന്നേരം ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കുണ്ടാവണം. അന്നേരം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളുമൊക്കെ നമ്മളെ കമൻറ്റ് രൂപേണ നമുക്ക് അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുമ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.